3-ാം വാക്യവും 4-ാം വാക്യവും ഒരാൾക്ക് വായിക്കും. ആമേൻ. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അന്നുകാലത്ത് പർവ്വതങ്ങളൊക്കെയായിരുന്നു. അവിടെയാണ് ഈ ദേവാലയങ്ങളും ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലങ്ങൾ. നമുക്കറിയാം, ഇന്നും ഇന്ത്യയിലുള്ള പല പർവ്വത നിരകളുടെ മുകളിലുള്ള സ്ഥലത്താണ് പല ക്ഷേത്രങ്ങളും പല സ്ഥലങ്ങളും ഇരിക്കുന്നത്. വളരെ ചുരുക്കമേ താഴെ ഇരിക്കുന്നു. കർണാടകയിൽ പോയ ചാമുണ്ടി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ടൂർ പോകുമ്പോൾ അവിടെയും കൂടി കൊണ്ടുപോകും. കാശി എന്ന് പറയുന്ന സ്ഥലത്തും പഴനി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയും മലയുടെ അത്യുച്ചത്തിലാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ വണ്ടികളിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, പല പല ഇതുകളുടെയും മുകളിലാണ്. ഇപ്പം മലയാറ്റൂർ നോക്കിയാൽ അതൊരു തീർത്ഥ കേന്ദ്രമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധിയുടെ ഒരു പർവ്വതമാണ് നാം ആരാധിക്കുന്ന ദൈവം വസിക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. അവിടെ ആർക്ക് കയറാൻ കഴിയുമെന്നാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിലിങ്ങനെയാണ് പറയുന്നത്, who may ascend into the hill of the Lord and who may stand in his holy place, who has clean hands and a pure heart. അതായത് വെടുപ്പുള്ള കൈയും വൃത്തിയായ കൈയും വിശുദ്ധമായ കൈയും വിശുദ്ധമായ ഹൃദയമുള്ളവർ തന്നെ. ഈ വാക്യത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ആലയത്തിൽ നിത്യകാലം വസിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിശുദ്ധിയുള്ളവരാണ്. അതിനുവേണ്ടിയാണ് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ എവിടേക്ക് വന്നത്? ഈ താഴ്ന്ന ഭൂമിയിലേക്ക് വന്ന് പാപമില്ലാതെ ജീവിച്ച് പാപത്തിൻ്റെ മറവിലയായി അവസാനത്തോടെ രക്തം വരെ ചിന്തി കാൽവരി ക്രൂശിൽ മരിച്ച് നമുക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, വെടിപ്പുള്ള കൈ. 2, വെടിപ്പുള്ള ഹൃദയം. ഒന്ന് നമ്മുടെ പ്രവൃത്തികളെയും മറ്റൊന്ന് നമ്മുടെ അന്തർലീനമായിരിക്കുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള അകത്ത മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിൽ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഹോളിനെസിൻ്റെ ഒരു ഇൻസൈഡ് ഗ്രോത്തിനെയും ഒരു ഔട്ട്സൈഡ് ഗ്രോത്തിനെയും. ഹല്ലേലൂയ. ദൈവം ഇത് രണ്ടും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊരു വീണ്ടും ജന്മം നൽകുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധനായ പത്രോസിൻ്റെ പ്രസംഗം നമ്മളൊന്ന് പഠിക്കണം. വിശുദ്ധനായ പത്രോസ് യേശുവിന് 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞവനാണ്, ഒരു കോഴി കൂകുന്നതിന് മുമ്പ് തന്നെ. പക്ഷെ പിന്നീട് കർത്താവിലേക്ക് വന്ന് കർത്താവ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാപിച്ച് താൻ ശക്തനായപ്പോൾ താൻ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം നടത്തി. 11 പേരോടുകൂടെ താൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ഉത്തരവാദികളായ, പാപം ചെയ്തവരെല്ലാവരും ഉത്തരവാദികളാണെങ്കിലും വിശേഷാൽ ഉത്തരവാദികളായ തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനം പത്രോസിൻ്റെ അടുത്ത് വന്നിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടുവന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം കിട്ടുമോ? അവിടെ വിശുദ്ധനായ പത്രോസ് പറയുകയാണ്, തീർച്ചയായിട്ടും കിട്ടും.
കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു ഏത് അധികാരത്തിൽ ഭൂമിയിലേക്ക് വന്നു, അദ്ദേഹം എന്ത് ആവശ്യപ്പെട്ടോ ആ അധികാരത്തിന്റെ കീഴിൽ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാപമോചനം എന്ന അവസ്ഥ ലഭിക്കുമെന്നാണ് ആര് പറഞ്ഞത്? പത്രോസ് പറഞ്ഞു. പത്രോസ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പത്രോസ് ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 40-ാമത്തെ വാക്യം. സ്തോത്രം. ഞാനൊരു വാക്ക് കിട്ടാൻ വേണ്ടിയാ ആ വാക്യം വായിപ്പിച്ചത്. പത്രോസ് പറയുകയാ, ഓൾറെഡി ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്ന വിശ്വാസം മൂലമാണ്, കൃപയാലാണ്. എന്നാൽ ഇവിടെ പത്രോസ് അന്ന് തന്നെ കൃത്യമായിട്ടൊരു വേർപാടിന്റെ ഉപദേശം നൽകുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുകയും. അങ്ങനെയല്ല പറയണം. ഈ ലോകവും ഇതിലുള്ള സകലതും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവൻ മാത്രം നിലനിൽക്കും, ദൈവസ്നേഹത്തിൽ നിലനിൽക്കും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇവിടെ പത്രോസ് പറയുന്നത് വക്രതും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വേർപ്പെടണം. നമ്മുടെ ജീവിതം നോക്കിയാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. 2 തരത്തിൽ നമുക്ക് വിശുദ്ധിയുള്ളവരാകാൻ പറ്റും. ഇന്ന് നമ്മുടെ പുറമേ നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ നമുക്ക് വളരെ വിശുദ്ധിയുള്ളവരായിട്ട് തോന്നും. എന്നാൽ പുറം കാര്യങ്ങളിൽ എല്ലാവരും നമ്മൾ നല്ലത് പറയും. പക്ഷെ നമ്മൾ ഉള്ളങ്ങനെ ആകണമെന്നില്ല. നമ്മളൊരാളെ പുറത്തുനിന്ന് ചിരിക്കും, അകത്താണ് ഉദ്ദേശിക്കുന്നത്. പുറത്തുനിന്ന് പ്രൈസറോട് പറയും, അകത്ത് ആളോടൊരു വെറുവെറുപ്പും വിമിഷ്ടവും അതുപോലെ തന്നെ ഉള്ളിൽ ദേഷ്യവും പകയും പിണക്കൊക്കെ ഉണ്ടാവും. സാധാരണ കാണുന്നതാണ്. കർത്താവ് ഇതിനെ നിശ്ചിതമായി വിമർശിച്ചാണ്. കാരണം പുറമേ നോക്കിയാൽ ഒരു കുറ്റം പോലും പറയാത്തവരെ നോക്കിക്കൊണ്ട് കർത്താവ് അവരെ വിളിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ നല്ല വെള്ളയടിച്ച, ഒരാൾക്കും കുറ്റം പറയാൻ കഴിയാത്ത വിധത്തിൽ നല്ല വെള്ളയടിച്ച കുഴിമാടങ്ങളാണ് വിളിച്ചത്. കാരണം നിങ്ങളുടെ അകത്ത് ചീഞ്ഞ, ദുർഗന്ധം വമിക്കുന്ന, ഡീക്കേ ചെയ്യുന്ന എല്ലുകളും അതുപോലെ തന്നെ ശവത്തിൻ്റെ, ജീവനുള്ളതിൻ്റെ അവസ്ഥയല്ല, ശവത്തിൻ്റെതായ കാര്യങ്ങളുള്ളത്. എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ പറയാൻ കാരണം? അവർ ദശാംശം കൊടുക്കുന്നതിലും ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിലും ഒരു കുറ്റം പോലും അവരെക്കുറിച്ച് പറയാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിനും അവർ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ളതാണ്. കാരണം കർത്താവ് ഒരിക്കലും പറഞ്ഞു, നിങ്ങൾ പലരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, പ്രായാധിക്യത്തിലുള്ള അപ്പനും അമ്മയും നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് ശുശ്രൂഷ ചെയ്യണം എന്ന് പറയുന്ന നിങ്ങൾ അതിനുവേണ്ടി ഒരു ആചാരക്രമം ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്തുകൊണ്ട് മാതാപിതാക്കളെ നോക്കാതിരിക്കുമ്പോൾ, ബഹുമാനിക്കാതിരിക്കുമ്പോൾ, സ്നേഹിക്കാതിരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ഉള്ളിലെ, ആ കൽപ്പനയുടെ ഉള്ളിൽ കിടക്കുന്ന ആ നമ്മോടുള്ള റൈറ്റ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾ മറന്നു പോകല്ലേ എന്നാ ചോദിച്ചത്. ഇന്ന് പല സ്ഥലത്തും മക്കളൊക്കെ വിദേശത്ത് പോകുമ്പോൾ UK-യിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും മറ്റു പല സ്ഥലത്ത് പോകുമ്പോൾ തങ്ങളെ വളർത്തി വലുതാക്കി സ്നേഹിച്ച് അവർക്ക് വേണ്ടി കണ്ണീരോടുകൂടി ദൈവസന്നിധി കരഞ്ഞ് അവർക്ക് വേണ്ടി അഹോരാത്രം ജോലി ചെയ്ത് ആ മാതാപിതാക്കളെ പലപ്പോഴും ആൾക്കാർ മറന്നു പോവുകയാണ്. ചിലർ ഒരാഴ്ചക്കൊക്കെ എന്ത് ചെയ്യും? തങ്ങളുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചിട്ട് വിടും. അതെന്താ കാരണം? ചിലവരങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി ഞാനായിട്ട് ചെയ്യണ്ട, ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച ചിലർ അങ്ങനെ ചെയ്യുന്നത്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, എൻ്റെ മമ്മീനും ഡാഡിയും ഞങ്ങളെ കൊണ്ടുപോകാൻ പോകും. ചോദിച്ചു, അതെന്താ? അപ്പോൾ ഒരു സ്നേഹം ഉണ്ടെന്ന് ആയില്ലോ, സ്നേഹം ഉണ്ടല്ലോ,
ഇല്ല, അവന്റെ കൂട്ടുകാരൊക്കെ കൊണ്ടുപോയി, പിന്നെ അവര് കൊണ്ടുപോകാണ്ട് ഇരുന്ന മോശമല്ലേ? പറഞ്ഞു മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? അപ്പൊ യഥാർത്ഥമായ ഹൃദയത്തിലുള്ള രൂപാന്തരം ദൈവം ആഗ്രഹിക്കുക. കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചപ്പോൾ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ ആൾക്കാർ. അപ്പൊ യേശു എന്താ പറയുന്നറിയോ? ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു രൂപാന്തരം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നമ്മൾ വേർപ്പെട്ടിരിക്കണം എന്ന് പറയുന്ന അനേക വാക്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. ഈ അപ്പസ്തോല പ്രവൃത്തിയിൽ പത്രോസ് പറഞ്ഞത് മാത്രമല്ല. നമുക്ക് ഒരു വാക്യം നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്കൊന്ന് ശബ്ദവർത്തി വായിക്കാം. വക്രതയും കോട്ടമുള്ള തലമുറയുടെ അപ്പൊ ദൈവത്തിന്റെ വചനം 16-ാം വാക്യം വായിച്ചോ? വായിച്ചോ? ഇത് പൗലോസ് പറയുന്ന വാക്കാണ്. പൗലോസ് പറയാ, ഞാൻ വരുമ്പോൾ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുമ്പോഴും നിങ്ങളെ ഒരുപോലെ പെരുമാറണം. എന്നിട്ട് പറയുകയാണ്, വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് വേർപ്പെട്ടിരിക്കണം. അങ്ങനെയാവുമ്പോഴാണ് നമ്മൾ ജീവന്റെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുക എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ഇനി യോഹന്നാൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. വെളിപ്പാട് 18-ാം അധ്യായം 4-5 വരെ. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി, എന്റെ ജനമായുള്ളവരെ ലോകത്തിന്റെ പാപങ്ങളിൽ നിന്ന് കൂട്ടാളികളാകാതെ ഇരിക്കുവാൻ ഇവിടെ പറയുന്നു, വക്രതയും കോട്ടവുമുള്ള ആ ലോകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ട് പോരുവിൻ. ഈ കൊരിന്തോസുകാർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 6-ാം അധ്യായം നമുക്കെടുക്കാം. 6-ാം അധ്യായം ദേവാലയത്തിൽ ഓക്കെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ ഇത് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഈ ഭാഗത്ത് ആദ്യം പറയുന്ന ഭാഗത്ത് എങ്ങനെയാ പറയുന്നത്? ദൈവത്തിന് നാമുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താ റിലേഷൻഷിപ്പ്? നാം ദൈവത്തിൻ്റെ അല്ലേ? അതായത് നമ്മെ കർത്താവ് എന്ത് ചെയ്തിരിക്കുകയാണ്? വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ. ശരിയല്ലേ? അതാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. രണ്ടാമത് അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? 16 കഴിഞ്ഞിട്ട് 17-ാമത്തെ വാക്യം എന്താ പറയുന്നത്? എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് പാപം കൊടികുത്തി വാഴുന്ന ഈ ലോകത്തിൽ നമ്മൾ വേർപെട്ടിരിക്കണം എന്നാ പറയുന്നത്. അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കണം. എന്നിട്ട് എന്നാൽ ഞാൻ അശുദ്ധരാകരുത്, ഒന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ പാപത്തോട് എന്തു പറയണം? നോ പറയണം. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് തമ്മിൽ എന്ത് യോഗ്യത? ധർമ്മത്തിന് അധർമ്മം തമ്മിൽ എന്ത് യോഗ്യത? വെളിച്ചത്തിന് ഇരുട്ടുമായിട്ട് എന്ത് യോഗ്യത? അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു വരണം.
വേർപെട്ടിരിക്കണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഇനി അതൊന്നും ചെയ്യരുത്, തുടരുത്. പഴയ കാലത്ത് നിന്ന് നമ്മളായിരുന്ന അവസ്ഥയിൽ നമ്മൾ അനുഭവിച്ചതും നമ്മൾ ചെയ്തതുമായ കാര്യങ്ങൾ ഇനി എന്ത് ചെയ്യരുത്, തുടരുത്. എന്നിട്ട് കർത്താവ് പറയാം, ഉറപ്പിച്ച് പറയാം, സർവശക്തനായ ദൈവം പറയാം, ഞാൻ നിങ്ങളുടെ പിതാവും നിങ്ങളേക്ക് മക്കളുമായിരിക്കുമെന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഈ കൂടിവരവെന്ന് പറയുന്നതും ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുക എന്ന് പറയുന്നതും വളരെ പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയുമാണ് ദൈവം കാക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരുടെ ആരാധനയാണ് സമറിയക്കാരി സ്ത്രീയോട് പറഞ്ഞത്, സത്യത്തിലും ആത്മാവിലും ഉള്ള ആരാധന. എന്തിനാ നമ്മുടെ ദൈവം വിളിച്ചിരിക്കുന്നത്? അത് മാത്രം ചിന്തിച്ചാൽ മതി, നമുക്ക് ശക്തിയോടെയും ബലത്തോടെയും ദൈവത്തെ ആരാധിക്കാം. ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടു. പിന്നെയുള്ള തലമുറകളിലൂടെ പാപം കൊടികുത്തി വാണു. അതുകൊണ്ടാണല്ലോ കർത്താവ് രണ്ടാമത് വന്നിട്ട് പാപമില്ലാതെ ജീവിച്ച് പാപികൾക്ക് വേണ്ടി യാഗം അർപ്പിക്കേണ്ടി വന്നത്. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ ദൈവത്തിൻ്റെ പ്ലാൻ? ദൈവത്തിൻ്റെ പ്ലാൻ ഈ പഴയ ആദാമിൻ്റെ സ്വരൂപത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക. എന്താ ക്രിസ്തുവിൻ്റെ സാദൃശ്യം? 2 കൈ 2 കാല്, ചിരിക്കുന്ന മുഖം, അതാണോ സാദൃശ്യം? അല്ല. ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഒരു വചനത്തിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഏതായിരിക്കും ആ സാദൃശ്യമെന്ന്? അങ്ങനെ പറഞ്ഞൊരു വാക്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പ്രത്യേകം ഓർമ്മിക്കുന്നത്. ഏതാണ് ആ സാദൃശ്യം? FSC ലേഖനം എടുത്ത് 4-ാം അധ്യായം 22-24 വാക്യം, 22 മുതൽ 24 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് ശ്രദ്ധിക്കണമേ, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും. അപ്പോ എന്താണ് ദൈവാനുരൂപം? ദൈവത്തിന്റെ സാദൃശ്യം എന്താ? ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും നാം വളരുമ്പോഴാണ് ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ വളർച്ച. കേട്ടോ, അതാണ് സാദൃശ്യം. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും. കർത്താവ് നമ്മളെ നീതീകരിച്ചു. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിന്റെ വഴിയിലൂടെ കടന്നു പോകണം. കർത്താവ് നമ്മെ പുതു സൃഷ്ടിയായി സൃഷ്ടിച്ചു. ഇനി നമ്മൾ വിശുദ്ധീകരണത്തിലൂടെ മുന്നോട്ട് കടന്നു പോകണം. അതിന് തടസ്സമായി നിൽക്കുന്ന 3 കാര്യങ്ങൾ ഉണ്ട്. 1 കൺമോഹം, 2 ജഡമോഹം, 3 ജീവനത്തിന്റെ പ്രതാപം. ഇതെവിടെ സംഭവിച്ചു? ആദ്യം ഏദൻ തോട്ടത്തിൽ സംഭവിച്ചു. കാണാൻ ഭംഗിയുള്ളത്, രുചിക്കാൻ ഭംഗിയുള്ളത്, നല്ലത്. പിന്നെ എന്താ 3-ാം അധ്യായത്തിൽ പറയുന്നത്? 3 കാര്യങ്ങൾ. അതായത് നല്ലത്, കണ്ണിന് നല്ലത്, ജീവനത്തിന്റെ പ്രതാപം, സ്റ്റാറ്റസ് കോ. എങ്ങനെയാ സ്റ്റാറ്റസ് കോ ഉണ്ടാവുന്നത്? ഇത് കഴിച്ച ആരായിട്ട് മാറുന്ന പറഞ്ഞത്? നല്ല സ്റ്റാറ്റസ് ആണല്ലോ. കാണാൻ ഭംഗിയുള്ളത്, രുചിക്കാൻ നല്ലത്, താനും കഴിച്ചു, ആർക്കും കൊടുത്തു. എത്ര മെമ്മറി വേഴ്സ് പഠിക്കാനാണ് ഹവ്വയോട് കർത്താവ് പറഞ്ഞത്? ഇതുമായിട്ട് എഴുതിയിട്ടില്ല കേട്ടോ, ബൈബിളൊന്നും ഇല്ലല്ലോ. ആകെ പറഞ്ഞു, നിങ്ങളെ തോട്ടത്തിന്റെ യജമാനന്മാരും കാവൽക്കാരാക്കി വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കണം കേട്ടോ, ഇത് കാക്കണം, വളരെ ഇതാണ്, എല്ലാ ദിവസവും ഞാനായിട്ട് നടക്കണം, നിങ്ങളെ കണ്ടില്ലെങ്കിൽ എനിക്ക് പ്രയാസമാണ്, നിങ്ങളെ കണ്ടില്ലെങ്കിൽ എനിക്ക് പ്രയാസമാണ്, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഫെലോഷിപ്പ് വേണം, എല്ലാത്തിനും നിങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു കൽപ്പന തരുന്നുണ്ട്, ആ വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, കഴിക്കരുത്. വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ വരെ
ആര് ശരിക്കും മറന്നു? പഠിച്ചില്ല, പഠിച്ചൂല, ധ്യാനിച്ചൂല, മറന്നുപോയി. ശത്രുവായി പിശാച് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് അവളെ കൺഫ്യൂസ്ഡ് ആക്കാനും അവളെ ഡൗട്ട്ഫുൾ ആക്കാനും അവളെ നേരെ ചൊവ്വേ ചിന്തിക്കാൻ പറ്റാത്തവളാക്കാനും പിശാചിന് കഴിയുന്നതാണ്. വക്രത എന്ന വാക്കിന്റെ അർത്ഥം സ്ട്രെയിറ്റ് അല്ല എന്നാണ്. കോട്ടം എന്ന വാക്കിന്റെ അർത്ഥം, വക്രതയും കോട്ടം എന്നുള്ള വാക്കിന് 2-3 ഇംഗ്ലീഷ് വാക്കുകൾ ഞാനൊന്ന് ഓർത്തു. ഡിപ്രൈവ്ഡ്, ഡീജനറേറ്റഡ്, ഇമ്മോറൽ, 3 വാക്കുകളാണ് ഇംഗ്ലീഷിൽ നിന്ന് പ്രയോഗിക്കുന്നത്. മനസ്സിലായോ? അതിൽ നിന്നൊരു തിരിച്ചുവരവാണ് ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന് യേശു പറഞ്ഞു. മത്തായി സുവിശേഷം 9-ാം അധ്യായം 13-ാമത്തെ വാക്യം. യാഗത്തിലല്ല ഞാൻ നീതിമാന്മാരെയല്ല. അതിലൊരു വിളി മാത്രമേ ഉള്ളൂ അല്ലേ? അത് ശരിക്കും ട്രാൻസ്ലേഷൻ ശരിയല്ല. ആരുടെയും ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ആരുടെയും. അതിലെഴുതിയിരിക്കുന്നത്, ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല വന്നത്, ഞാൻ പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനാണ് വന്നതാണ്. കേട്ടോ? അങ്ങനെയാ വാക്ക്. വിളിപ്പാൻ പറഞ്ഞ കർത്താവ് വിളിച്ചവർ മുഴുവൻ അങ്ങോട്ട് അല്ല, അങ്ങനെയല്ല. കർത്താവ് വന്നത് മാനസാന്തരത്തിലേക്ക് വിളിക്കാം, കർത്താവിന് നീതിയിലേക്ക് വിളിക്കാം, കർത്താവിന് വിശുദ്ധീകരണത്തിലേക്ക് വിളിക്കാം. അതുകൊണ്ട് നമ്മുടെ പുറമേയുള്ള ജീവിതവും നമ്മുടെ അകമേയുള്ള ജീവിതവും എന്തായിരിക്കണം? വിശുദ്ധികളായിരിക്കണം. പുറമേ നോക്കുമ്പോൾ ആർക്കും ഒരു കുറ്റവും പറയാൻ പറ്റില്ല. പക്ഷെ അകത്തെങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ പകയുണ്ടോ? നമ്മുടെ ഉള്ളിൽ പിണക്കമുണ്ടോ? നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയുണ്ടോ? നമ്മുടെ ഉള്ളിൽ കർത്താവിന് ഇഷ്ടപ്പെടാത്തതായിരിക്കുന്ന രഹസ്യ അറിവുണ്ടോ? അതോ കർത്താവിൻ്റെ മുമ്പിൽ യോഗ്യതയോടെ നിൽക്കാൻ തക്കവണ്ണമുള്ളൊരു ജീവിതമാണ് നാം നയിക്കുന്നത്? ഇന്ന് പകൽക്കാലം ദൈവത്തെ പാടി സ്തുതിക്കുന്നതിന് മുമ്പ് നാം അത് ചിന്തിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായ സങ്കീർത്തനമാണ് 24-ാം സങ്കീർത്തനം. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുന്ന ഒരു സങ്കീർത്തനം. നമ്മുടെ മഹത്വത്തിൻ്റെ രാജാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം ഒരു പ്രകാശപൂർണമായ അവസ്ഥയാണ്. നമ്മുടെ കുടുംബം ഒരു മലമേൽ പണിതുയർത്ത പട്ടണം പോയിരിക്കും. നമ്മുടെ ജീവിതം മേശമേൽ വെച്ച ഒരു വിളക്ക് പോലിരിക്കും. നമ്മുടെ ജീവിതം അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ജീവിതമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.